ഡൽഹി ടു കേരള. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് എന്ത് ചെയ്ത് 4x4 ഓൺ റോഡ് എക്സ്പെൻസ് പറഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യം ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് 4x2 ഓട്ടോമാറ്റിക്കിൻ്റെ എക്സ്പെൻസ് ആട്ടോ. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണാം, ഓൺ റോഡ് വരുന്നവർക്ക് ഉപകാരപ്പെടും. ഡൽഹിയിൽ നിന്ന് എൻ്റെ നാട്ടിലേക്ക് ഏകദേശം 2500 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. ഹൈവേ റണ്ണിങ് പറഞ്ഞാൽ ഓരോ സ്റ്റേറ്റിലും ഓരോ ഭൂപ്രകൃതികളേക്കാരം ഓരോ കാഴ്ചകളേക്കാരട്ടോ നമുക്ക് സമ്മാനിക്കുക. ഈ വീഡിയോ കാണുന്നോല് നിങ്ങൾ ഡൽഹിയിൽ നിന്ന് വാഹനം പർച്ചേസ് ചെയ്തിന് എന്നിട്ട് ഇങ്ങനെ ഓൺ റോഡ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ്. പിന്നെ ഇതിൽ വേറൊരു ഗുണമല്ല എന്താ വെച്ചാൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത വാഹനത്തിന് എന്ത് കേടുപാടുകൾ ഉണ്ടെങ്കിലും ഈ റണ്ണിങ്ങിൽ ഇത് കാണിക്കും. ഈ റൺ ചെയ്ത് നിങ്ങൾ നാട്ടിലേക്ക് എത്തുന്നതോടുകൂടി ഇതിന് എന്താണോ കംപ്ലൈൻറ്റ് ഇല്ലേ നാട്ടിലേക്ക് എത്തുന്നതോടുകൂടി വണ്ടിൻ്റെ കണ്ടീഷനും പാടെ നിങ്ങൾക്ക് ഉറപ്പ് വരുത്താട്ടോ. അപ്പം ഞാൻ ടോട്ടലി ചിലവായ കണക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം ഡൽഹി ടു കേരള നമുക്ക് ഈ വാഹനം 4x2 ഫോർച്യൂണർ ആയിട്ട് വന്ന ചിലവ് ആകെ നമുക്ക് ഓൺ റോഡ് ചിലവ് വന്നത് 26,000 റുപ്യ അല്ല കേട്ടോ. ടോള് നമ്മളെ വണ്ടി ചിലവ് ഇപ്പോൾ നോമ്പായതുകൊണ്ട് ആ ഒരു ചിലവില്ല, ബാക്കിയുള്ള ചിലവൊക്കെ ഓക്കെയാണ്. പിന്നെ അപ്പോൾ 26,000 റുപ്യ കണക്ക് കൂട്ടി ഞങ്ങൾ. അതായത് നോമ്പ് രാവിലെ ഞങ്ങളൊരു ഫുഡ് കഴിക്കും, പിന്നെ രാത്രി നോമ്പറക്കാൻ നേരത്തെ ഒരു ഫുഡ് അതന്നെ അല്ലേ. അപ്പം നമ്മളെ ചിലവ് ഇങ്ങനെയാണ്, ആകെ 26,000 റുപ്യ വന്നിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് പറഞ്ഞാൽ 3 ദിവസം കൊണ്ട് നമുക്ക് വണ്ടി പുര എത്തിച്ചാൽ ഓൺ റോഡ് പോരുന്നില്ലെങ്കിൽ 2 ദിവസം കൊണ്ട് അത് നമ്മൾ നിൽക്കാതെ ഓടിയിട്ടല്ലേ. അപ്പോൾ സാധാരണ ഇപ്പം നമ്മൾ വരുന്ന ഒരു വേറെ ആർക്കും വരാൻ കഴിഞ്ഞോളന്നില്ല. അപ്പം 2 ഡേ 2 നൈറ്റ് ഞങ്ങൾ 3 ആളുണ്ടായി കേട്ടോ. ഒരാൾ വേറെ സ്ഥലത്ത് ഇറങ്ങി. അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ടും വേറെ റൂട്ടാണ്. നമ്മൾ സാധാരണ എല്ലാവരും പോകുന്ന റൂട്ട് കൂടെ അല്ല നമ്മൾ പോകുന്നത് അങ്ങനെ ഗുഡ്ഗാവ് ഡൽഹി മുംബൈ എക്സ്പ്രസ് നമ്മൾ കറക്റ്റ് ഗുഡ്ഗാവ് ഇൻഡോർ വഴി ഇൻഡോറിന്ന് സോലാപൂര് ചിത്രദുർഗ വഴി മൈസൂരിന്ന് നമ്മൾ ബാംഗ്ലൂർ ടച്ച് ചെയ്യാതെ പോകുന്നു. അതായത് ബാംഗ്ലൂർ ടച്ച് ചെയ്ത പ്രശ്നം വെച്ചാൽ നിങ്ങൾക്ക് അറിയാം അവിടുത്തെ ട്രാഫിക് പ്രശ്നങ്ങൾ. ഇവിടെ പറഞ്ഞാൽ പെട്ടെന്ന് കാട് അടക്കും. അപ്പം അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആകെ കുടുങ്ങിക്കാളും. ഇവിടെ ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യിക്കാളും. അപ്പോൾ എന്ത് ചെയ്യുക, ഓൺ റോഡ് പോകുന്ന ഒരു ബാംഗ്ലൂർ മാക്സിമം ഒഴിവാക്കുക. നേരെ എന്ത് ചെയ്യുക, നമ്മളെ തുംകൂര് വഴി അല്ലേ, തുംകൂര് വഴി കട്ട് ചെയ്താണ്ട് നേരെ മൈസൂർക്ക് പോരാൻ നോക്കുക. നിങ്ങൾക്ക് ഇതുപോലത്തെ വാഹന വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഫോളോ ചെയ്ത് കൂടെ യൂസ്ഡ് കാർസ് നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ടോക്കിയോ കാർസായിട്ട് ബന്ധപ്പെടുക. ഓൺ റോഡ് പോരുന്നുണ്ട് കേട്ടോ. 3 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടൊക്കെ വണ്ടി എത്തണേ. നേരെ മറിച്ച് നമ്മൾ കണ്ടെയ്നറിന് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർക്ക് തന്നെ യൂസ് ആവും അല്ലേ. 6 to 7 days എന്തായാലും അല്ലേ ബാംഗ്ലൂർക്ക് ആവും. പിന്നെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 9-10 ദിവസം കാണണം. ഇതപ്പം ഓൺ റോഡ് പോരുന്നവർക്കില്ല വീഡിയോ ആണ്. അപ്പം ഓൺ റോഡ് പോകണ എന്ത് ചെയ്യുക, ഈ റൂട്ട് ഫോളോ അപ്പ് ചെയ്യുക. ഈ റൂട്ട് നല്ല ഹൈവേയും നല്ല റൂട്ടല്ലേ, ഒരേ ഹൈവേ ആണ്. മാക്സിമം ഒരു 50 കിലോമീറ്ററോളം. മറ്റേ ആ ജാൻസി നാഗ്പൂർ റൂട്ട് കുറച്ച് ചൊറയാണ്, പോലീസുകാരെയും പ്രശ്നങ്ങളുണ്ടല്ലേ. അതുകൊണ്ട് ചെക്കിങ്ങും കാര്യങ്ങളും കൂടുതലാണ്. പിന്നെ റോഡും പറ്റ മോശം, വണ്ടിയുടെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ നാട്ടിലെത്തുമ്പോൾ ആകെ നശിച്ചാളൂ അല്ലേ. അപ്പം എന്ത് ചെയ്യുക, നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. ഡൽഹി വിശേഷമായിട്ട് ഫോളോ ചെയ്ത് കൂടെ ഓക്കെ.